ഹായ് ഗൈസ്, അപ്പം നമ്മൾ MG കോമറ്റ് യൂസ് ചെയ്തതിൻ്റെ ഞങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കുറേ പേര് കണ്ടു, അതിൽ കുറേ പേര് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലർക്ക് അതേ ഇഷ്യൂ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഈ ഡിസ്ചാർജിങ് ഇഷ്യൂ ഉണ്ട്. അതെ, EV കാർ ഉപയോഗിച്ചുകൊണ്ട് എസ്പെഷ്യലി കോമറ്റ് ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള കമൻസും ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ എന്തിനാണ് കാർ എടുത്തത് അങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. എനിവേ റെസ്പോണ്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ കാറ് സെക്കൻഡ് സർവീസിന് കൊടുത്ത് ഈ ഒരു ഇഷ്യൂ പറഞ്ഞതിന് ശേഷമല്ല, അത് എക്സാക്ട്ലി ഉള്ള നമ്മുടെ ഇതിൽ സർവീസിൽ വരുന്ന ഇതല്ല, സെക്കൻഡ് സർവീസ് അല്ല, ഈ 1 മന്ത് സർവീസ് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് അവർ രണ്ടാമത് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഇപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞൊരു 3 ദിവസം അവർ കാറ് അവിടെ വെച്ചിട്ട് സർവീസ് സെന്ററിൽ വെച്ചിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അതൊരു ഫ്രൈഡേ, ഐ മീൻ 30th ശരിയാക്കി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് ചെയ്തതെന്ന് പറയുന്നത് അവരുടെ അവിടെ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്തിട്ട് അവരെ ബാറ്ററി ഡിസ്ചാർജിങ് എങ്ങനെയാണെന്ന് നോക്കും, അതുപോലെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കും, അപ്പോൾ എങ്ങനെയാണ് ഡിസ്ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇവർ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ആൻഡ് അവർക്ക് ഈ 3 ദിവസം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓവർനൈറ്റ് ഡിസ്ചാർജ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ കൊടുത്ത ദിവസം അവർ കുത്തിയിട്ടു. അന്ന് എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എൻ്റെ ആപ്പിൽ. അപ്പോൾ അതിൽ 5% കുറഞ്ഞതായിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ വന്നിട്ടും അവർ ചാർജ് ചെയ്തു. അവർ പിന്നെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ മുതൽ കുറയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് 3rd ഡേ നമ്മൾ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തായാലും ഫ്രൈഡേ തന്നെ കാർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തരാം, ഇപ്പോൾ ഡിസ്ചാർജിങ് ഇഷ്യൂ ഇല്ല, ഞങ്ങൾ ചെക്ക് ചെയ്തു, ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നത്. ഈവൻ അവർ പറയുന്നുണ്ട് 1%-ൽ 2 കിലോമീറ്റർ ആണ് കിട്ടുന്നത് എന്നും പറയുന്നുണ്ട്. അവർ പറയുമ്പോൾ എല്ലാം ഐഡലിൽ കറക്റ്റായിട്ടുള്ള ഐഡിയൽ റേഞ്ചും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് എന്നിട്ട് വണ്ടി കിട്ടിയതിന് ശേഷം ഒരു 5 ഡേയ്സ് എക്സാക്ട്ലി 5 ദിവസത്തേക്ക് നമുക്ക് ബാറ്ററി ഡ്രോപ്പ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 5 ഡേയ്സ് നമ്മൾ ചാർജും ചെയ്തിട്ടില്ല. അതായത് 3 ഡേയ്സ് നമുക്ക് എവിടെയും പോകേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് 4th ഡേ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പം 5th ഡേ നമ്മൾ ചാർജ് കുത്തിയിട്ട് ചാർജ് എല്ലാം 84% ഞങ്ങൾ ചാർജ് ആക്കി. ഐഡിയൽ ഒരു ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബിറ്റ്വീൻ 20 to 80, നമുക്ക് കാറൊക്കെ ആകുമ്പോൾ ഒരു 40 to 80 കീപ്പ് ചെയ്യുന്നത് നല്ലതെന്ന് സർവീസ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോഴും കണ്ടു. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യാനായിട്ടാണ് എപ്പോഴും നോക്കാറുള്ളത്. എപ്പോഴും ആ ഒരു ഹെൽത്ത് കീപ്പ് ചെയ്യണമല്ലോ ബാറ്ററിയുടെ, കാരണം അത് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്തു. അത് ചാർജ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് രാത്രി ഉറങ്ങുന്നിടം വരെ നോക്കിയപ്പോഴും ചാർജ് ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി, ഇല്ലായിരുന്നു കേട്ടോ ഡിസ്ചാർജ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഏകദേശം 3% കുറഞ്ഞിട്ടുണ്ട്. 3% കുറഞ്ഞപ്പോഴും ഐ തോട്ട് അവർ പറഞ്ഞിരുന്നു അവരുടെ ഈ ഒരു ഇതിൽ ആപ്പിൽ ഡെസിബൽ പോയിന്റ് കാണിക്കില്ല, സോ ഒരു 3% ഒന്നും കുറഞ്ഞ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് എപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു 12 hours ഒരു 5% കുറയുന്ന രീതിയിൽ തന്നെ 24 hour പീരീഡിൽ തന്നെ പറയാം. നമുക്ക് വണ്ടി തിരിച്ചിട്ട് 5 ദിവസത്തേക്ക് ബാറ്ററി ഡ്രോപ്പ് ഒന്നും ഉണ്ടായില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10% വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സർവീസ് ടീമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 1 വീക്ക് ഭയങ്കര തിരക്കാണ്, അറിയാമല്ലോ, ഓണവും കാര്യങ്ങളൊക്കെ വരുവാണ്. ഓഫീസിലാണെങ്കിലും ഓണം പരിപാടി ഉണ്ട്, പിന്നെ എനിക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു മെയിൻ വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും ഇത് ആവശ്യമാണ്. അപ്പം നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിപ്പോൾ വണ്ടി ഈ ഒരു 1 വീക്ക് എന്തായാലും വണ്ടി ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇവന്തോ നമ്മൾ ഈ ഇഷ്യൂ കണ്ടിട്ടും നമുക്ക് സർവീസിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർക്ക് മിനിമം 3 ഡേയ്സ് അവർക്ക് അവിടെ ഹോൾഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലും അല്ല. അപ്പം ഒരു 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് തോന്നിയത് സർവീസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവർ ഇഷ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അവർ പറയുന്നത് അവർക്കും ഇഷ്യൂ എന്താണെന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ
അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമാണ്. ഈവൻ അവരോട് എന്തായിരുന്നു ശരിക്കും ഇഷ്യൂ, അത് സാർ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ഞങ്ങൾ വണ്ടിയുടെ ഇത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിയായി. സോ എവറി ടൈം നമ്മൾ റീസെറ്റ് ചെയ്യണം ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്നുള്ളത് ഒരു ചോദ്യമായി. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്ത് ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അതായത് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റർ ഒരു റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട്. അപ്പം അതിന് കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ കഴിഞ്ഞ വീട്ടിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, MG കോമറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കമൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിലും പറഞ്ഞത് അവർക്ക് ബാറ്ററി ഹെൽത്ത് റിപ്പോർട്ട് അവർ കമ്പനി കൊടുത്തില്ല എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയതൊരു റിട്ടൺ റിപ്പോർട്ടാണ്. അതായത് അവർ കൊണ്ടുപോയി ഇത്ര മണിക്ക് അവർ ചാർജ് ചെയ്തു, ഇത്ര മണിയായപ്പോൾ ബാറ്ററി എത്ര % ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് എത്ര ഓടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതെങ്കിലും ആയല്ലോ എന്നുള്ളത് വിചാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലത്തെ ഫണി ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അവർ അന്ന് കൊണ്ടുപോയ ദിവസം ചാർജ് ചെയ്തപ്പോൾ 5% കുറഞ്ഞു എന്നുള്ളത്. അത് അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. അവരുടെ സർവീസ് സെന്ററിൽ വെച്ച് ചാർജ് ചെയ്തിട്ട് ദെൻ ചാർജ് ഡ്രോപ്പ് ആയി എന്നുള്ള കാര്യം അവർ ആ റെക്കോർഡിൽ അവർ കാണിച്ചിട്ട് പോലും ഇല്ല. അതെ, നമ്മുടെ കയ്യിൽ അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടും ഉണ്ട്. അപ്പം അതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റിട്ടേൺ തിങ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാം. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു സാധനം ഒരു ലോഗ് എഴുതാതിരുന്നാൽ മതി, പക്ഷെ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാകുമ്പോൾ ഇതിന്റെ അല്ല, ഈ റിപ്പോർട്ടും അല്ല ഞാൻ ചോദിച്ചപ്പോൾ. ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഓറിയന്റഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കിംഗ് ആയിരിക്കും. അതിന്റെ റിപ്പോർട്ടാണ്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് അവരെന്തായാലും തന്നിട്ടില്ല. അത് ഇത്തവണ എന്തായാലും ചെല്ലുമ്പോൾ നമ്മൾ അതും കൂടി ആയിട്ട് കാണിക്കും. എനിവേ, ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി എ ബഗ്. അത് അവർക്ക് ഈസി ആയിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂസ് ഒന്നും വരാതിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലെ എന്താ പറയുക ഇലക്ട്രോണിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ അതൊക്കെ മിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് ഇവൻ്റാണ്. എന്നാലും അങ്ങനെ അല്ലാത്തൊരു ഇവൻ്റ് ഉണ്ട്. നമ്മുടെ റിയർ വ്യൂ ക്യാമറ അത് റിവേഴ്സിലേക്ക് ആക്കുമ്പോൾ അതിൽ ബേസിക്കലി എന്താ പറയുക രണ്ടായിട്ട് സ്ക്രീൻ സ്പ്ലിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് കാണുമല്ല, ആക്ച്വലി അലൈൻമെന്റ് മാറിയതാണെന്ന് എനിക്ക് മനസ്സിലായത്. സ്ക്രീൻ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. നമ്മള് വീട്ടിലേക്ക് പോകുമായിരുന്നു, അനന്തൂര് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങിയപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. ദെൻ അനന്തൂര് വീട്ടിലേക്ക് വളയുന്നതിന് മുന്നേ ഒന്ന് റിവേഴ്സ് എടുത്ത് കേട്ടില്ല. അപ്പോൾ അതായത് ആ സെയിം ഡ്രൈവിലാണ് ഈ പറയുന്നത്, സെയിം ഡ്രൈവില് നമ്മൾ പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴത്തേനും സ്പ്ലിറ്റ് ആയിട്ട് ആ ഒരു പിന്നെ എന്തായാലും ഇഷ്യൂ ഇതുവരെ സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ്. 15 മിനിറ്റ്സിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അപ്പൊ അതും നമ്മൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അവിടെ കൊണ്ടു ചെന്നാലേ അവർക്ക് അത് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വണ്ടി കൊണ്ട് ചെല്ലും, പക്ഷെ ഇപ്പൊ നമുക്ക് സഡൻലി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. മിക്കവാറും നമ്മള് മൺഡേയും ചാൻസ് ഉണ്ടാവില്ല. വെനസ്ഡേ എനിക്കൊരു പരിപാടി ഉണ്ട്, അപ്പൊ വെനസ്ഡേ കഴിഞ്ഞിട്ട് ഉള്ളൂ. സോ ഇനി ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാലേ അവരുടെ നെക്സ്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിവേ ഇവരിങ്ങനെ തന്നെയാ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും എല്ലാ പ്രാവശ്യവും അവർ വണ്ടി റീസെറ്റ് ചെയ്തിട്ട് തരുമ്പോൾ നമുക്ക് ഇനിയിപ്പോ എപ്പോഴും റീസെറ്റ് ചെയ്തോണ്ടിരിക്കണം. തേർഡ് ടൈം. അപ്പൊ ഇത്തവണ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. ബാക്കി ഇപ്പം EV കാറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. വണ്ടി ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഞങ്ങൾക്കുള്ള യൂസബിലിറ്റി ആണെങ്കിലും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാപ്പിയാണ്. ഇത് റെക്കമെൻഡ് ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരികയും അതുപോലെ സർവീസിൽ നിന്ന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും ഇതിനി റെക്കമെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ. ഈ വണ്ടി വാങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ റെഫർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. അവിടെ എവിടെയും നമുക്ക് ഇങ്ങനെ ഒരു ഫോൾട്ട് കാണാൻ പറ്റിയിരുന്നില്ല, ആരും പറഞ്ഞില്ല. അപ്പം ആദ്യം ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണോ എന്നാണ്. പക്ഷേ ഞങ്ങൾ ഈ സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത് ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ആൻഡ് ചിലർ പറഞ്ഞു അത് 12 വോൾട്ട് ഓക്സ് ബാറ്ററിയുടെ ആയിരിക്കും ഇഷ്യൂ എന്നുള്ളത്. ഈവൻ അങ്ങനെ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ അത്ര ഇൻസൈറ്റ് കിട്ടി. അപ്പൊ ശരിക്കും ഒരു സർവീസ് സെന്ററിൽ നിന്ന് നമുക്ക് അതിലും കൂടുതൽ ഇൻസൈറ്റ് കിട്ടണം, അത് കിട്ടുന്നില്ല. ആൻഡ് അനദർ തിങ് ഇതിന്റെ മറ്റേ സീറ്റ് ബെൽറ്റിന്റെ ഈ ക്ലിപ്പ്
ഇത് കിട്ടിക്കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇളകിപ്പോയി. ഇവിടെ വെക്കേണ്ടതാണിത്, അതവിടെ ഇരിക്കുന്നില്ല, അത് ഇരിക്കുന്നില്ല, ഞങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് സർവീസിന് പോയപ്പോൾ പറഞ്ഞു ഇതൊന്നും എന്താ പറയാ, നമ്മളൊരു വണ്ടിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ വണ്ടി എടുക്കേണ്ടതൊന്നും റീസൺ അല്ല. ബട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ്, കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് എനിക്ക് ഇതൊരു ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ക്യാഷ് കൊടുത്ത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു എമൗണ്ട്, അതായത് ഒരു ഒരു EVയുടെ ഒരു കൗണ്ടർ പാർട്ട് പെട്രോൾ കാറിന് നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷെ EV കാറിന് നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട്, അതായത് ഈ കാർ അതിന് വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനെ അല്ല. ഇതൊരു 6 to 7 lakhന് മാക്സിമത്തിൽ നിൽക്കേണ്ട ഒരു കാറാണ്. അപ്പം അത്രയും നമ്മൾ എക്സ്ട്രാ കൊടുത്തെടുക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണെങ്കിൽ പോലും നമ്മളെ അത് ചെറുതായിട്ട് അലട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഷ്യൂ ആണ്. കാരണം ഞാൻ വാങ്ങിയ വണ്ടി അത് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നമ്മുടെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും വരുന്നതല്ലല്ലോ. ഇത് ചുമ്മാ ഒരു ദിവസം വരുമ്പോ ഒരു കട്ടർ ചാടിയത്, ഒരു ഹമ്പെടുത്ത് ചാടിയപ്പോഴത്തേനും ടപ്പൊന്നും പറഞ്ഞ് ഇത് ഇളകി വീണു. അപ്പൊ അത് വെച്ചിട്ട് തന്നു, പക്ഷെ പിന്നെയും ഇത് പോയി. സോ ഇങ്ങനെയുള്ള, അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വല്ല ഗോഡൌണെ ഓൾഡ് സ്റ്റോക്ക് ആയിട്ട് കിടന്ന വണ്ടി ഞങ്ങളുടെ തലയിൽ കെട്ടി വെച്ചത്. സോറി, ഞങ്ങൾ റോഡിലാണ്, അപ്പോൾ ശ്രദ്ധ മാറിപ്പോയി. എൻ്റെ ശ്രദ്ധ എപ്പോഴും കാറുകളിലേക്ക് പോകും. വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇനിയും ഇതുപോലെയുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻസ് വേണം, അതുപോലെ മറ്റ് കാർസിൻ്റെ റിവ്യൂസും വേണം എന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കാർ റിവ്യൂസ് ചെയ്യുന്ന ടീംസ് അല്ല. ഞങ്ങൾ എൻ്റെയും ഹെലനയുടെയും ഒരു പേഴ്സണൽ വ്ളോഗിങ് ചാനലാണത്. അപ്പം ഞങ്ങളുടെ ലൈഫിലുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളും പിന്നെ അല്ലാതെയുള്ള കുറച്ച് ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇടും. ഈ കാർ തന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങിയതുകൊണ്ട്, നമ്മൾ ഓൺ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെറ്റിലൊക്കെ കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് അത് ആരും വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതല്ല, മറിച്ച് കാറിൻ്റെ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം ചെയ്യുന്നത് ഷോറൂമിൽ നിന്ന് കാറ് അതിന് വേണ്ടിയിട്ട് എടുക്കുകയും അതിനുശേഷം അത് ഓടിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം പറയുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അവർ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അവർ ചിലപ്പോൾ 1 or 2 days അത് യൂസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരു ഡെയിലി യൂസേജിൽ എടുത്തിട്ടല്ല അവരാരും റിവ്യൂ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പർച്ചേസ് ചെയ്ത ആൾക്കാരോട് തന്നെ ചോദിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റു കാർസും ഒക്കെ വീഡിയോ ചെയ്യുന്നതിന്, പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടുക, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞങ്ങൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇലക്ട്രിക് കാർ വാങ്ങണോ വേണ്ടോ എന്ന് ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എനിക്കതിന് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രതിഭാസമല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്ക് വരും പോവും അങ്ങനെയാണ്. പെട്രോൾ കാറുകൾക്ക് എപ്പോഴും ഒരു പ്രിയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പെട്രോൾ അടിക്കാൻ നേരെ പമ്പിലേക്ക് ഇറങ്ങിപ്പോവാം. ഇലക്ട്രിക് കാറുകൾക്ക് അങ്ങനെയല്ല, ചാർജ് ചെയ്യണം, അതിന് നല്ല സമയം എടുക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ ഇലക്ട്രിക് കാറിലേക്ക് വരാത്തത്. ഇപ്പം ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഉള്ള ചാർജ് വെച്ചിട്ടാണ് ഇറങ്ങിയത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അല്ല, ചാർജ് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു വക കൺസേൺസ് നമുക്ക് വരുന്നതാണ് മെയിൻ ആയിട്ട് ഉള്ളൊരു പ്രോബ്ലം. ഫൈനാൻഷ്യലി ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ കാറിന് ഇപ്പോൾ നമുക്കൊരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു കാർ എടുക്കുകയാണെന്ന് വെക്കുക. അതായത് ഇപ്പോഴത്തെ ഒരു നിരക്കിൽ നിങ്ങൾ 100 രൂപ അല്ലെങ്കിൽ 107 രൂപ കൊടുക്കണം അത്രയും ദൂരം ഓടണം എന്നുണ്ടെങ്കിൽ. ഇലക്ട്രിക് കാറിന് 1 രൂപയിൽ താഴെയാണ് 1 കിലോമീറ്ററിന് ചാർജ് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 1% 2 കിലോമീറ്റേഴ്സ് കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ 55% ഇറങ്ങിയിട്ട് ഇപ്പോൾ 43% ആണുള്ളത്. ഏകദേശം 13 അല്ലെങ്കിൽ 12 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 13 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിയിട്ടുള്ളൂ. അതെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് കുറവാണ്. ഇവർ പറയുന്നത് വെച്ചിട്ട് ആക്ച്വലി നമുക്ക് 1% 2 കിലോമീറ്റർ ഓടാൻ പറ്റണം. 6% കുറയാൻ പാടുള്ളൂ. നമുക്ക് ഏകദേശം 10% ഇപ്പോൾ കുറഞ്ഞു, 10% കൂടുതൽ കുറഞ്ഞു, 12% കുറഞ്ഞിട്ടുണ്ട്. സോ 1% 1 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ നമുക്ക്. പക്ഷെ ലോങ് ഓടുന്ന സമയത്ത് എനിക്ക് ഇതിൽ വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഷോർട്ട് ഓട്ടങ്ങൾ, ചെറിയ ഓട്ടങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ എനിക്ക് അത്രയും ഗുഡായിട്ട് ഇത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഹൈവേയിൽ പോയ സമയത്ത് ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട്
അത് എഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ സിറ്റിയിൽ നമ്മൾ ഓടുമ്പോഴത്തേക്കും നേരെ കുറേ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സംഭവമായിട്ട് നിങ്ങൾ എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ ഞങ്ങൾക്ക് 1% 1 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടെന്നുള്ളെങ്കിൽ പോലും പെട്രോളിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ലെന്നല്ല. പക്ഷെ ഇവര് പറയുന്ന ഒരു റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നമുക്ക് ലാഭമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഏതായാലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസ് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ട് EV കാർസ് എടുക്കാൻ നിൽക്കുന്നവർ ഇപ്പോൾ തീരുമാനിക്കണം വേണ്ട എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ കാർ വാല്യൂ തരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിന് അത് പെർഫെക്റ്റ് ആണെങ്കിൽ ആ കാർ എടുക്കാം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞു നിങ്ങളുടെ വണ്ടി എടുക്കാനെന്ന്. ആരും പറഞ്ഞില്ല, ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. മറ്റേ ആൾക്കാരുടെ ഒപ്പീനിയൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കും. കാരണം എല്ലാം അറിയണമല്ലോ, കാരണം നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒപ്പീനിയൻസും എല്ലാം ഞങ്ങൾ എടുത്തിട്ട് തന്നെയാണ് നമ്മളെടുത്തത്. അതെ, അൾട്ടിമേറ്റ്ലി നമ്മുടെ ഡിസിഷനാണ്. അതായത് ഞങ്ങൾ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വണ്ടി പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ടും. ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നതാണെങ്കിലും, പിന്നെ മെയിൻലി അത് എന്നെക്കാളും ഇമ്പോർട്ടൻറ്റ് ഹെലിനെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ ഈ വണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വണ്ടി ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കാർ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സംഭവമല്ലെന്ന് പറഞ്ഞല്ലോ. മറ്റ് വീഡിയോസ്, ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോയതാണ്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നു എനിക്ക്, ഞങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് മാത്രമല്ല ഹെൽനയ്ക്കും കൂടി വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കോമറ്റ് ചൂസ് ചെയ്തത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഇപ്പോഴും ഞങ്ങൾ എടുത്തതിൽ ഒരു ഇത് കാണിക്കുന്നില്ല. ഒൺലി തിങ് ഈ ഒരു സർവീസിന്റെ ഇഷ്യൂ ആണ്. സോ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടു എന്നുള്ളതിന്റെ ബേസിസിൽ ആരും അവരുടെ ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ റിസർച്ച് പറയുവാണെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ഇത് അൺഹാപ്പിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മാനേജ് ചെയ്യാനൊന്നും ഒരു പാടില്ല. നമുക്ക് എല്ലാ തരത്തിലും സംഭവം നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ ആകെ ഒരു മെയിൻ ട്രബിൾ ഫീൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. അതൊരു മെയിൻ ഇഷ്യൂ ആണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്തിരി സങ്കടത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഇനിയും ഇത് സോൾവ് ആക്കി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ലീഗലി ഒക്കെ മൂവ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ട്രബിൾ. അതിന്റെ പുറകെ നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. ആസ് എ യൂസർ ഓഫ് ദിസ് കാർ we are pretty much happy. only thing ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതെ, അപ്പോൾ അത് അവർ സോൾവ് ചെയ്ത് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്തും അതുപോലെ അവരെന്തായാലും നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ നേരിട്ട് ഇത്രയും 2 സർവീസും അവർ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവരുമായിരുന്നു. അതിന് കോസ്റ്റ് ഒന്നും ആയില്ല. ആദ്യം നമ്മളോട് കോസ്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. സോ അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നടന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും പോയി ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് വീഡിയോ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏതായാലും നമുക്ക് നിലവിൽ ഇതുവരെ ഇഷ്യൂസ് എന്തായാലും സോൾവ് ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം 3rd സർവീസിന് അതിന് അവരെ വിളിക്കാൻ പോവുകയാണ്. നമ്മൾ ഉടനെ ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ വണ്ടി കൊടുക്കാനും കുറച്ച് ഡിലേ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്ഡേറ്റ് വീഡിയോ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിവേസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.